നാട്ടിലെ സിം ദുബായ് വർക്ക് ചെയ്യില്ലല്ലോ, സ്വാഭാവികമായും ദുബായിലെ സിമ്മിലല്ലേ വാട്സപ്പ് വരുള്ളൂ, ടിക്കറ്റ് വരുള്ളൂ. കാരണം ഞാൻ ആ വാട്സപ്പ് എൻ്റെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഹസ്ബൻഡിന് മാത്രം പേഴ്സണൽ ഒരു നമ്പർ രണ്ടാമത്തെ ഫോണിൽ നിവിൻ പോളി കൊണ്ടുപോയ ഫോൺ, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ സംഘം കൊണ്ടുപോയ ഫോൺ ഏതാണ്? അതും സോണിയാണോ അതോ മറ്റേതെങ്കിലും ഫോണാണോ? സോണിയാണ്. ആ ഫോൺ നമ്പർ താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഗൾഫിലെ നമ്പർ? അതെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് കാണാതെ പറയാൻ പറ്റില്ല. എന്റെ ഫോണിൽ നിന്ന് നോക്കിയെടുത്ത് വേണം അത്. അപ്പം ഈ ഫോൺ അവർ തട്ടിപ്പറിച്ചു. അതിനകത്ത് ഈ നിവിൻ പോളിയുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്തിരുന്നോ അതിൽ? അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും, അതായത് ഇവർ വന്ന് എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു. 1-2 ഫോട്ടോസ്. അതായത് ഇവർ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു, അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു? അതെ. പക്ഷെ ആ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നില്ലേ താങ്കൾക്ക്? പക്ഷെ അന്നേരം വിളിച്ചില്ല. കാരണം ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ, വാച്ച് ചെയ്തോണ്ടിരിക്കുവാണല്ലോ. അവർ നോക്കിയിരിക്കുമ്പോഴാണോ ഫോട്ടോ എടുത്തതും? കാരണം അവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും അടിച്ചിരിക്കുകയാണ്. അപ്പം അവർക്ക് എന്തോ വിശ്വാസം കാണും, അത് എടുക്കാമെന്നോ അല്ലെ ഫോട്ടോ എടുത്തോട്ട് നമുക്കത് തിരിച്ചു മേടിക്കാന്നുള്ള ചിന്തയിലായിരിക്കും അവർ അതിനെ സമ്മതിച്ചത്. ഫോട്ടോ എടുത്തു, പക്ഷെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് പോലും ഇടാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. ഒരുപക്ഷെ താങ്കളും അർത്ഥബോധത്തിലായിരിക്കാം അല്ലേ? ഇല്ല. അതെ. എന്നിട്ട് ഈ സംഭവം കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകുമ്പോഴേക്കും താങ്കൾക്ക് ബോധം തിരികെ വരുന്നു. താങ്കളുടെ കയ്യിൽ ഒരു ഫോൺ മാത്രം അവശേഷിക്കുന്നു. ആ വാട്സപ്പിലേക്ക് ഹസ്ബൻഡ് ഫോൺ അയക്കുന്നു അല്ലേ? അതെ. പക്ഷേ എന്റെ ഒരു കസിൻ വന്നാണ് എന്നെ അവിടുന്ന്, അതായത് റൂമിൽ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അവിടെ റൂമിൽ കസിൻ ടാക്സി വിളിച്ച് കയറ്റി വിട്ടത്. ആ ഫ്ലാറ്റിൽ കസിൻ ഉണ്ടായിരുന്നോ? ആ ഫ്ലാറ്റിൽ തന്നെയല്ല, ദുബായിൽ ഒരു കസിൻ. ഫ്ലാറ്റിലല്ല, ദുബായിൽ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലാണ്, ഒന്ന് ഏതെങ്കിലും ടാക്സി പിടിച്ച് കയറ്റി വിടുമോ എന്ന് ചോദിച്ച് ആ പുള്ളിനെ വിളിച്ചു വരുത്തുകയും അവൻ എന്നെ വന്നിട്ട് ഒരു ടാക്സിയിൽ എയർപോർട്ടിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ താങ്കൾക്ക് അവിടെ നിന്നുള്ള ആ ഫ്ലാറ്റിൽ വൈഫൈ ഉണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. ആ വൈഫൈയിലാണ് താങ്കൾ ഈ വാട്സപ്പ് കണക്ട് ചെയ്തത് അല്ലേ, ടിക്കറ്റ് കിട്ടാൻ വേണ്ടി? അതെ അതെ. അപ്പോൾ അത് ഫോണിലാണ് താങ്കൾക്ക് ഉണ്ടായിരുന്നത് അല്ലേ? ഫോണിൽ ആ ടിക്കറ്റ് അയച്ചു തന്നു, അതിനുശേഷം പോയി. ഇതൊക്കെ ഹസ്ബൻഡിന്റെ ഫോണിൽ ഉണ്ടാവുമല്ലോ അല്ലേ? അതെ ഉണ്ടാവും. താങ്കൾ ഒരു മെസ്സേജ് ഹാക്ക് ചെയ്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് സൈബർ സെല്ലിൽ നോക്കി കൊടുക്കുക. അല്ല, എയർപോർട്ടിലേക്ക് എത്തുന്നത് വരെ താങ്കൾ ഈ കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നോ? ഇങ്ങനെ വന്നിരുന്നു, ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്നുള്ള വിവരം? ഇല്ല, നാട്ടിൽ വന്നതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പോൾ ശ്വാസം മുട്ട്, അപ്പം പിന്നെ എങ്ങനെയാണ് ലോക്കായി കിടക്കുകയാണോ എന്ന് ഹസ്ബൻഡ് അറിഞ്ഞത് എപ്പോഴാണ്? കാരണം എനിക്ക് ബ്രീത്തിങ്, സംസാരിക്കാൻ പറ്റാത്തൊരു, നമുക്ക് വിഷമവും സങ്കടവും എല്ലാം കൂടെ വരുമ്പോൾ ഈ അസുഖം കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സംസാരിക്കാൻ ഒട്ടും പറ്റില്ലാതായി. പുള്ളി വിചാരിച്ചു എനിക്ക് അവിടെ നിന്ന് എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ്. ഓക്കെ. താങ്കൾക്ക് ആ ഫ്ലാറ്റ് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ അല്ലേ, എവിടെയാണെന്ന്? ആ ഫ്ലാറ്റിന്റെ പേരെന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതെ, പേരങ്ങനൊന്നുമില്ല, റിഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. അതിനുശേഷം ഈ നിവിൻ പോളി താങ്കൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടോ? പേഴ്സണലി മെസ്സേജ് ഒന്നും ഇപ്പം അയച്ചിട്ടൊന്നുമില്ല. അന്ന് അയച്ചിട്ടുണ്ടോ? അന്ന് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഇരുന്ന സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാതെ താങ്കളെ ഉപദ്രവിക്കുന്ന സമയത്ത് താങ്കൾ നിവിൻ പോളിക്ക് മെസ്സേജ് അയച്ചോ? അല്ല, അന്ന് അവിടെ ഇരുന്ന സമയത്ത് എന്റെ ഫോൺ എടുത്ത് മെസ്സേജ് അയക്കുക, AK സുനിലിന് മെസ്സേജ് അയക്കുകയും പുള്ളി ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ ആ ചാറ്റിങ്ങും AK സുനിലുമായിട്ട് ചാറ്റ് ചെയ്തതും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇത് നിവിൻ പോളി തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ താങ്കൾക്ക്? എടുക്കുക ചെയ്തു ആ വീഡിയോസ്. അതെ. താങ്കൾ ജൂലൈ 16-ാം തീയതി ഈ 2024 കാസ്റ്റിംഗ് കോളിന്റെ പരസ്യത്തിൽ ഈ നിവിൻ പോളി ഉഡായിപ്പാണെന്നും അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ കാസ്റ്റിംഗ് കോൾ വിളി എന്നുള്ളത് ഒരു ട്രാപ്പാണെന്നും ഒക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചിരുന്നു. അതെന്താണ് കാരണം? ഈ അനുഭവം ഉള്ളതുകൊണ്ടാണോ? കാരണം അവിടെ ഒത്തിരി അതെ, ഈ അനുഭവം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഒത്തിരി പെൺകുട്ടികൾ അവിടെ പെട്ട് കിടപ്പുണ്ട്. ഇവർ കാസ്റ്റിംഗ് കോൾ എന്ന് വിളിച്ച ഒത്തിരി പെൺകുട്ടികൾ, ഇവർ അവിടെ ദുബായിൽ നടത്തുന്ന ബിസിനസ് വേറെയാണ്. ജൂലൈ 19-ാം തീയതിയാണ്
ഡിസംബർ 17 നാട്ടിലെത്തി. ഡിസംബർ എന്നാണ് താങ്കൾ പരാതി കൊടുക്കുന്നത്? അതെ, അതായത് ജൂണിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് അർഷിത മേഡത്തിന്. കാരണം നമ്മൾ ഒത്തിരി ആലോചിച്ചു. ഇവർ എന്നോട് പറഞ്ഞത് ഇവർക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ബാക്കപ്പാണ്, ഇവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നമ്മളെ ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു വിട്ടത്. അപ്പം നമുക്ക് സപ്പോർട്ട് ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ കേസ് കൊടുത്തേക്കാം, എന്തായാലും കേസ് കൊടുത്തേക്കാം എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തത്. അതിനുശേഷം നാട്ടിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിൽ പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആ 5 മാസം നമ്മൾ കൂടി ആലോചിച്ചു. ഇപ്പോൾ പരാതി കൊടുക്കാമെന്ന് തീരുമാനിച്ചത് ആ സാഹചര്യം എന്താണ്? ആരാണ് ആത്മവിശ്വാസം തന്നത്? ഹസ്ബൻഡ് തന്നെയാണോ? ഹസ്ബൻഡ്. അതെ, ഹസ്ബൻഡാണ് നമുക്ക് ആത്മവിശ്വാസം തന്നത്. കാരണം പല വണ്ടികളും നമ്മളെ ഇവർ പറഞ്ഞത് കൊട്ടേഷൻ നമ്മളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു പേടിയായിട്ട് മുമ്പോട്ട് പോകേണ്ട, കേസ് കൊടുത്തിട്ട് നമുക്കങ്ങ് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മളത് കൊടുത്തത്. നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇവരാരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഫോണിൽ? അതെ, AK സുനിൽ മെസ്സേജ് അയച്ചായിരുന്നു, തിരിച്ച് ദുബായിക്ക് കയറാം എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. ആരുടെ ഫോണിലാണ് മെസ്സേജ് അയച്ചത്? താങ്കളുടെയോ ഹസ്ബൻഡിന്റെയോ? എൻ്റെ ദുബായിലുള്ള ഒരു സിം ഞാൻ പറഞ്ഞല്ലോ, ആ സിം ഇവർ ഓൾറെഡി നമ്മളവിടെ ആക്കി 2 ദിവസം പിടിച്ചു വെച്ചപ്പോൾ എൻ്റെ സിമ്മും നമ്പറുകളെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ തിരിച്ച് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചായിരുന്നു. ആ ദുബായിലുള്ള സിമ്മിൽ നാട്ടിലെങ്ങനെയാണ് മെസ്സേജ് അയക്കുക? വാട്സപ്പാണോ ഉദ്ദേശിച്ചത്? വാട്സപ്പ്. ദുബായിലുള്ള സിമ്മിൽ നാട്ടിലേക്ക് ആ നമ്പറിൽ നാട്ടിലെ ഫോണിലും ആ വാട്സപ്പ് സേവ് ചെയ്തിരുന്നു അല്ലേ? അതെ. ഓക്കെ, അതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ട്. അതെന്തായാലും അത് ഫോറൻസിക് വിഭാഗം അത് കണ്ടെത്തരെ.